മനുഷ്യൻ നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങൾ. ഒന്ന്, തെറ്റായ ആഹാരശീലം മൂലം രോഗികളായി മാറുന്നു. രണ്ട്, തെറ്റായ സംസാരം മൂലം ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു. അതൊരു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ശരിയായ ബിസിനസ് നടക്കാതെ വരുന്നു. അതിമനോഹരമായ ഒരു പ്രാർത്ഥന ശലോമോൻ മഹാരാജാവിൻ്റെ പിതാവായിരുന്ന ദാവീദ് രാജാവിൻ്റെ ഈ പ്രാർത്ഥനാ വാക്ക് നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. ദൈവമേ, എൻ്റെ വായ്ക്ക് മുൻപിൽ ഒരു കാവൽക്കാരനെ നിർത്തിത്തരണമേ. ഓ ഗോഡ്, അപ്പോയിന്റ് എ ഗാർഡ് ഓവർ മൈ മൗത്ത്. ശരിയായ ആഹാരക്രമം. ആവശ്യമില്ലാത്തത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വാളുമായി ഒരു കാവൽക്കാരൻ വന്നാൽ എങ്ങനെ നിൽക്കും? മനോഹരമാണ്, സഹായകരമാണ്. അതേപോലെ തന്നെയാണ് അരുതാത്തത് സംസാരിക്കാൻ നാവെടുക്കുമ്പോൾ ഒരു കാവൽക്കാരൻ ഒരു വാണിംഗുമായി അവിടെ നിൽക്കുന്നത് ഉചിതമായിരിക്കും. പുറത്തേക്ക് വരുന്നത് വാക്കുകളാണെങ്കിൽ അകത്തേക്ക് പോകുന്നത് ആഹാരമാണ്. നമുക്കും ദാവീദിൻ്റെ ഈ പ്രാർത്ഥന കോപ്പിയടിക്കാം. ദൈവത്തോട് ഇങ്ങനെ പറയാം: ദൈവമേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെ നൽകി തരണമേ. നമ്മൾ പണം കൊടുത്ത് ഒരു കാവൽക്കാരനെ ആക്കിയാൽ, ഒരു ജോലിക്കാരനെ ആക്കിയാൽ നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും. എന്നാൽ സ്വർഗത്തിലെ ദൈവം സൗജന്യമായി നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്കൊരു കാവലാളായി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വായ്ക്ക് മുൻപിൽ എൻ്റെ അതരത്തെ സൂക്ഷിക്കുവാൻ കഴിയുന്ന വിധം ഒരു കാവൽക്കാരനെ നൽകി തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.